ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ കുറെ അടിമകൾ അത് ന്യായീകരിക്കാൻ വരുന്ന ഒരു അടിമ വന്നു കേട്ടോക്ക്. എന്നാൽ ഹംബലി മത പ്രകാരം ലാ തജിബുൽ ജുമഅത്തു അലാ അഹ്ലിൽ ഖുറ വലാ അലാ അഹ്ലിൽ ബലദ്. പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തില്ല, ജുമഅ നിർബന്ധമാകുന്നില്ല. പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ ജുമഅ നിർബന്ധമില്ല എന്നത് ഹംബലി ഇമാമിന്റെ വാദമാണ്. എന്നിട്ട് ബാക്കി കേട്ടല്ലോ, കേട്ടു. അഭിപ്രായം പറഞ്ഞത് ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണ്. അതെ, ഫൈസൽ മൗലവിന്റെ തന്നെ അഭിപ്രായമാണ്. മുജാഹിദുകളുടെ അഭിപ്രായമാണ്. മുജാഹിദിന്റെ മാത്രം അഭിപ്രായമാണ്. വഹാബികളുടേത് തന്നെയാണ്. പൊന്നു മോനെ കേൾക്കണേ ഫൈസലിന്റെ വാദമേ, കാളപ്പറ്റു കേട്ടപാടെ കയറെടുക്കല്ലേ പൈതലേ. ഫൈസലിന്റെ വാദം പറ്റേ വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഇതാണെന്ത് ഫൈസലിന്റെ വാദം. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, പങ്കെടുക്കൽ എന്തില്ല, നിർബന്ധമില്ല. ഇതാണ് കേട്ടോ ഫൈസലിന്റെ വാദം. ഇനി ബാക്കി തമ്പുരാൻ പറയും. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ നിങ്ങൾ അത്ര സെറ്റപ്പ് ആക്കിയൊന്നും പറയണ്ട. ഇമാമിങ്ങളെ പറ്റില്ല എന്ന് നാട് തോറും പറ്റില്ല 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 എന്ന് ഉറക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് നിങ്ങള്. എന്നിട്ട് ഇപ്പൊ ചാവാൻ നേരത്തെ ഇമാമിങ്ങളെ പിടിച്ച് പൊതിച്ചേക്ക. ഏത് മാതിരി അറിയില്ല നിങ്ങള്. ഫിരിഔനുണ്ടല്ലോ കടലിൽ ചാവാൻ നേരത്ത് മൂസയെ രക്ഷിക്കുന്ന പറഞ്ഞില്ലേ, അതേ പ്രകാരം ഒരു രക്ഷയില്ല. എല്ലായിടത്തും ആട്ടം മുട്ടിയപ്പോ ഇമാമിങ്ങളെ പറ്റൂല എന്ന് പറഞ്ഞ് അവര് തന്നെ ഇമാമിങ്ങളെ പിടിച്ച് രക്ഷിക്കാൻ നിൽക്കണം. അതിന് നിങ്ങളൊരു പണി ചെയ്യണം. മൂസാ നബി ഫിരൗനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ കഴിവും ആർക്ക് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണെന്നൊരു വിശ്വാസത്തിലേക്ക് നീ തിരിച്ചു വാന്ന് പറഞ്ഞിരുന്നു. അതേ പ്രകാരം ഈ 50-50 അള്ളാഹിൽ നിന്ന് മാറിയിട്ട് മരിച്ചു കഴിഞ്ഞാലും കഴിവ് കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും എന്ന ആ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വന്നാല് ചിലപ്പോ ഇമാമിങ്ങൾ ഇങ്ങനെ പരിഗണിച്ചു എന്നൊക്കെ വരും. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്യാ, റിട്ടേൺ പോരാ. എന്നിട്ട് ബാക്കി പറയും. ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ത് പെരുന്നാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് എന്ത് വേണ്ട, ജുമുഅ നിർബന്ധമില്ല എന്നതാണ് ഹംബലി മദ്ഹബിലെ അഭിപ്രായം. അല്ലാതെ എന്തല്ല ഫൈസല് പറഞ്ഞ ഈ വാദം ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇനി ഹംബലി മദ്ഹബിൽ വേറെ ബാക്കിയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇമാമിങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് കൃത്യം അറിയാം, അതുകൊണ്ടാ പറഞ്ഞത്. പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമുഅ നടത്തണം, ഖത്തീബ് ആർക്കും വരാം. എന്റെ പൊന്നാര കാക്ക, അങ്ങനല്ല ഹംബലി മദ്ഹബ് പറഞ്ഞിട്ടുള്ളത്. ഖത്തീബിനെ സംബന്ധിച്ച് ജുമുഅ നിർബന്ധമാണ്. ആളുകൾക്ക് പങ്കെടുക്കണേ പങ്കെടുക്കുക, അല്ലെങ്കിൽ പങ്കെടുക്കണ്ട എന്നതാണ് ഹംബലി മദ്ഹബിലെ മറ്റൊരു അഭിപ്രായം. നിങ്ങൾ അത് മദ്ഹബ് അനുസരിച്ചൊന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നല്ല ന്യായമായിട്ട് ഹംബലി ഇമാമിന് ഇങ്ങനെ ഒരു വിധി ഉണ്ട് ട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇമാമിന്റെ പേരിലല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്താട്ടി ഹദീസിന്റെ വലിച്ചു. എന്നിട്ട് എന്താണോ ഫൈസൽക്ക് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോകണം, ഇനി പിന്നെ ഹദീസിൽ എന്ത് ചെയ്യണം, പുതിയ നിർവചനം ഉണ്ടാക്കണം. എന്നിട്ട് ഒരൊറ്റ കാറ്റലാണ് സംഗതി ഫ്ലോപ്പ് ആയിക്കണ്. ഇമാമിന്റെ മേലൊന്നും ഇപ്പൊ പിടിച്ചേക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇമാമിന്റെ അഭിപ്രായത്തിൽ എന്നല്ല നിങ്ങൾ ഉള്ളത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്ത് കാട്ടണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത് സലഫി സലഫി പാതിരി വർഗം അറിവിക്കട്ടൊരു ബിദഈ കൂട്ടം തട്ടിട്ടും മുട്ടിയിട്ടും തെളിവുണ്ടാക്കിയിട്ടെന്തിന് വന്ന് സലഫി ഇലാഹിന്റെ വചനവും കിതാബിന്റെ ഇബാറത്തും മാറ്റിമറിച്ചവരെ. അപ്പൊ എങ്ങനെ ശരിയായില്ലേ? എന്നാ പോട്ടെട്ടാ.